ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ശനിയാഴ്ച രാവിലത്തെ കുറച്ച് വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് നല്ല നല്ല കമൻറ്റുകളൊക്കെ എഴുതണേ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. കമൻറ്റൊക്കെ എഴുതുക എന്ന് പറഞ്ഞാൽ അതിന് നല്ലൊരു മനസ്സ് തന്നെ വേണം കേട്ടോ. അപ്പോൾ കമൻറ്റൊക്കെ എഴുതി സപ്പോർട്ട് ചെയ്യണ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ എല്ലാവരും തുടർന്നും വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ ഞാൻ നീച്ചയ്ക്ക് വേഗം ഗ്യാസുമ്മ കുറച്ച് ചോറ് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അരി ഇട്ടിട്ട് തിളപ്പിച്ചെടുത്ത് അത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. അത് റേഷനരിയാണ്, അപ്പോൾ പിന്നെ പെട്ടെന്ന് വേവുമല്ലോ. പിന്നെ കുറച്ചേ വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. രാവിലെ നീച്ചയ്ക്ക് കാണിച്ച പണിയാണ് കേട്ടോ അതൊക്കെ. പിന്നെ ചായയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ശേഷം ഇതാക്കണ തീയൊക്കെ കത്തിച്ച് കറിക്കുള്ള പരിപാടി നോക്കുകയാണ്. അപ്പോൾ കറി എന്താ ഉണ്ടാക്കുകയെന്ന് കുറേ സമയം ഒന്ന് ആലോചിച്ച് നിന്നു കേട്ടോ. അപ്പോൾ കുമ്പളങ്ങ ഉണ്ടിരിക്കണേ. അപ്പോൾ പരിപ്പും കുമ്പളങ്ങയും തക്കാളിയും കൂടിയും കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതാ ക്യാബേജ് ഉണ്ട്. അപ്പോൾ ക്യാബേജ് കൊണ്ട് ഉപ്പേരിയും വെക്കണം. പിന്നെ ഇന്ന് രാവിലെ നമുക്ക് ചായക്ക് മൈദയും ഗോതമ്പപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ള ഒരു ദോശയാണ്. അപ്പോൾ അതിലേക്ക് കറി ഇതാക്കണം. ഞാൻ കടലക്കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കടി ഇപ്പം ഉണ്ടാക്കിയിട്ടില്ല, കുറച്ച് സമയം കഴിയട്ടെ എന്നിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചിരുന്നു ചപ്പാത്തി ഉണ്ടാക്കുക, 2 പൊടിയും കൂടിയും കൂട്ടിയിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് വിചാരിച്ചിരുന്നു. പിന്നെയാണ് പ്ലാനിങ് ഒക്കെ മാറ്റിയത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ അമ്മ നീച്ച് വന്നപ്പോൾ അങ്ങനെ പറഞ്ഞേ നമുക്ക് ഒന്നുകൂടി ആശുപത്രിക്ക് പോയോക്കെയെന്ന്. ഞാൻ പറഞ്ഞില്ലേ അമ്മയ്ക്കൊരു ചുമ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ചുമയ്ക്ക് നല്ല മാറ്റമൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ ഇടയ്ക്ക് ഇങ്ങോട്ട് ചുമച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ചുമയ്ക്കും കേട്ടോ. അപ്പോൾ അത് എപ്പോഴൊന്നുമില്ല. അപ്പോൾ ഇന്നാളൊരു ദിവസം ഇവിടെ കാണിച്ചപ്പോൾ പറഞ്ഞിരുന്നു രക്തവും അതുപോലെ കഫവും ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം, പിന്നെ എക്സ്റേ എടുക്കണം, അങ്ങനെയുള്ള കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ 2 ദിവസമായി അമ്മേനോട് ഇങ്ങനെ പറയുന്നു കേട്ടോ, പോയി നോക്കുക എന്നുള്ളത്. അപ്പോൾ അമ്മ പറഞ്ഞു 2 ദിവസം കഴിയട്ടെ, മരുന്ന് കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇനി അമ്മയ്ക്കാവുമ്പോൾ പറയട്ടെ എന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇന്ന് രാവിലെ നീച്ച് വന്നപ്പോൾ അങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് അമ്മേനെ ഇന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ നിലമ്പൂർ ആശുപത്രിക്കാണ് കൊണ്ടുപോകണം. അപ്പോൾ പിന്നെ ആശുപത്രിക്ക് പോകണ്ടേന്ന് വിചാരിച്ചിട്ട് വേഗം പണികൾ ഒരുക്കുകയാണ് കേട്ടോ. 9:30-ക്കൊക്കെ ഒരു ബസ്സുണ്ട് നേരിട്ട് നിലമ്പൂരിക്ക്. അപ്പോൾ ആ ഒരു ബസ്സിന് പോകണം. അപ്പോൾ അതിന് മോക്ക് ഇന്ന് ഒരു എക്സാം ഉണ്ട് കേട്ടോ. ഓളെ സ്കൂളിൽ സുഗമ ഹിന്ദി പരീക്ഷ എന്ന് പറഞ്ഞിട്ടൊരു പരീക്ഷ ഉണ്ട്. അപ്പോൾ അത് ഉച്ച വരെയാണ്. അപ്പോൾ ഓക്ക് പോകണം. അപ്പോൾ എന്തായാലും ചോറ് കയ്യിൽ പിടിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇനി വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് നേരം വൈകിയാലോ എന്ന് വെച്ചിട്ട് അമ്മയ്ക്ക് ചോറ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ചോറൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോൾ അത് റേഷനരി ആവുകൊണ്ട് തന്നെ പെട്ടെന്ന് വേവുമല്ലോ. അപ്പോൾ തലേ ദിവസത്തെ ചോറൊന്നും ഇല്ല കേട്ടോ. തലേ ദിവസത്തെ ചോറുണ്ടെങ്കിൽ പിന്നെ അതാണ് തിളപ്പിക്കും ഞാൻ. അപ്പോൾ അതേതായാലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് വേഗം ചോറ് വെച്ചതാണ്. അപ്പോൾ അതൊന്ന് ഊറ്റിയെടുക്കട്ടെ. പിന്നെ ഇതാ ക്യാബേജൊക്കെ ആ ഒരു ചോപ്പറിലിട്ടിട്ട് വലിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അരിഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ കയ്യിൽ വെച്ചിട്ട് കുറേ സമയമൊന്നും അരിഞ്ഞിരിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ആ ഒരു സാധനം വല്ലാത്തൊരു ഉപകാരമാണ് കേട്ടോ. അപ്പോൾ അതെപ്പോഴും എടുക്കാൻ മറക്കുമെന്ന് പറഞ്ഞില്ലേ, എപ്പോഴെങ്കിലുമൊക്കെ ഓർമ്മ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാക്കണം അതവിടെ ക്യാബേജൊക്കെ കഴുകി വാരി ഒരു ഓട്ടപാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോട്ടെ വിചാരിച്ചിട്ട്. അപ്പോൾ ചോറൊന്ന് ഊറ്റിയെടുക്കുകയാണ്. പിന്നെ പരിപ്പ് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പരിപ്പും തക്കാളിയും കുമ്പളങ്ങയും കൂടി അങ്ങനെ കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കറി ഒന്നും വെക്കണ വീഡിയോ ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയി ഒന്നും എടുക്കണില്ല. എന്നുള്ള പോലെ തന്നെയാണെന്നുള്ളത് പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇതൊക്കെ ഒരുപാട് വീഡിയോസിൽ കാണിച്ചതാണ്. അപ്പോൾ കൂട്ടുകാർക്കും ഒരു മടുപ്പും വെറുപ്പൊക്കെ വരും. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടണ്ടേ, അന്നാന്ന് നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് ഇതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു കുക്കിങ്ങും കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഓരോ ദിവസവും നടക്കുന്ന കാര്യങ്ങൾ ഞാൻ അങ്ങനെ ഷെയർ ചെയ്യണത്. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ് ഇഷ്ടം, ഇങ്ങനത്തെ വീഡിയോ ആണ് കൂടുതലായിട്ടും ഇഷ്ടം, അങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ തന്നെ ചെയ്യണം. അതുള്ളൂ നമ്മളെ കയ്യിൽ ചെയ്യാനല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാനൊന്നുമില്ല കേട്ടോ. പിന്നെ കുക്കിംഗ് വീഡിയോ ആയിട്ട് ചെയ്യണം. അപ്പോൾ അത് കുറച്ച് റിസ്ക് ആണ് കേട്ടോ. നമ്മൾ അതിന് സാധനം വാങ്ങലും അത് കുറച്ച് ഗതികേടുള്ള കാര്യമാണ്. അതൊന്നും എന്നും നടക്കൂല. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ശരിക്കും അങ്ങനെയായിരുന്നു കേട്ടോ. നമ്മളെ ചാനലിൽ ഫസ്റ്റ് നോക്കിയാൽ അറിയാം, ആദ്യം മുതൽ കുക്കിംഗ് വീഡിയോ ആയിരുന്നു കേട്ടോ. പക്ഷെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് വല്ലാതെ കഴിയുമെന്ന് തോന്നിയില്ല. പിന്നെയാണ് ഡേ ഇൻ മൈ ലൈഫ് ആക്കി മാറ്റിയത്. അങ്ങനെയാവുമ്പോൾ നമുക്ക് ദിവസം എന്താണ് വീട്ടിൽ നടക്കണമെന്ന് വെച്ചാൽ അതാണ്ട് ഷെയർ ചെയ്യാലോ. അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ആക്കിയത്. അപ്പോൾ അതാക്കണേ കറിക്കുള്ള കുമ്പളങ്ങയൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് അരിഞ്ഞെടുത്തിരുന്നു. അപ്പോൾ കുമ്പളങ്ങയൊക്കെ കഴുകിയാണ്ട് അതിലിട്ട് കൊടുത്തു. പിന്നെ പരിപ്പിനും വലിയ വേവൊന്നുമില്ല. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പച്ചമുളകും. പിന്നെ പൊടികൾ ഇതാ മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് പൊടികളായിട്ട് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ വറുത്തരച്ചിട്ടാണ് കുമ്പളങ്ങ വെക്കുന്നത് വെച്ചാൽ നമ്മൾ മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കും. ഈ ഒരു കറി ഞാൻ എന്തായാലും പച്ചനാളികേരം അരച്ചിട്ട് അങ്ങനെയാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു. പിന്നെ അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കറി എപ്പോഴും മൺചട്ടിയിൽ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എന്ത് കറിയാണെങ്കിലും ഒരു പ്രത്യേക ടേസ്റ്റാണ്.
അപ്പോൾ ചില നേരത്തൊക്കെ ഞാൻ ഈ ഒരു മൺചട്ടി എടുക്കലുണ്ട് കറി വെക്കാനായിട്ട്. അപ്പോൾ ചോറ് ഊറ്റിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, അതൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ കഞ്ഞിവെള്ളം ഒന്ന് എടുത്ത് വെക്കണം. അപ്പോൾ നമ്മൾ വേവുള്ള അരി വെക്കും. അപ്പോൾ അത് വെന്ത് കിട്ടുമ്പോഴത്തേനും കുറച്ച് സമയമാവില്ല, അത് വിചാരിച്ചിട്ടാണ്, അതിൻ്റെ ഇടയ്ക്ക് ആർക്കെങ്കിലും വേണമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് കളയാതെ എടുത്ത് വെക്കുന്നത് കേട്ടോ. പിന്നെ ഇത് തലേ ദിവസം ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴേക്കും നമുക്കൊരു വിധം പണികളൊക്കെ ഒരുക്കാം. അപ്പോൾ തലേ ദിവസം ഒന്നും ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ല, പെട്ടെന്നാണ് ഇങ്ങനെ പോവുകയെന്നുള്ളതായത്. മക്കൾക്ക് സ്കൂളുണ്ടെങ്കിൽ സ്കൂളിലേക്ക് ഉണ്ടാക്കിയിട്ട് പോവുകയാണെങ്കിൽ ഒരു മനസ്സമാധാനമാണ്. മറ്റത് നമ്മൾ എത്ര നേരം പിടിക്കുന്നതെന്ന് അറിയില്ല. നിലമ്പൂർ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിരക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് എപ്പോൾ വരുന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ എന്തായാലും നന്ദുവിനോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞപ്പോൾ മുട്ടായി ഒക്കെ കൊണ്ടുണ്ട് പറഞ്ഞപ്പോൾ അങ്ങനെ അവിടെ നിൽക്കാനായിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് അബിയും ആശയൊക്കെ ഉണ്ടല്ലോ, ഓരപ്പം അങ്ങനെ കളിച്ചോളും. പിന്നെ അച്ഛനും ഉണ്ട് വീട്ടിൽ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഓരോവിടെ നിർത്തിയിട്ടാണ് പോണത്. അപ്പോൾ നന്ദുവിനെ ഉണർത്തിയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അവന് കുറുമ്പ് കാട്ടുള്ളൂ. അപ്പോൾ ഓനെ അങ്ങനെ വീട്ടിലുണ്ടാകുമ്പോൾ ഞാൻ എങ്ങോട്ടേലും പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര സങ്കടമാണ് കേട്ടോ. കുറച്ച് സമയമൊക്കെ അങ്ങനെ നിൽക്കും, കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നെ ചോദിക്കില്ല, ഇനിയാവും പണി. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം ഇനിയിപ്പോൾ എന്തായാലും വൈകുന്നേരം ആകാൻ വലിയ പണിയൊന്നും ഉണ്ടാവില്ല. ആശുപത്രിക്കാണ് പോയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം കണക്കാവും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കടലക്കറി ഒന്ന് ശരിയാക്കണമല്ലോ, അപ്പോൾ അതിക്കുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സവോള അരിഞ്ഞപ്പോൾ അതിനൊരു ഇത്തിരി എടുത്തിട്ട് നമ്മളെ ക്യാബേജ് ഉപ്പേരി വെക്കണില്ലേ, അതിക്കും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാക്കണ കറിക്കുള്ള നാളികേരമൊക്കെ ചിരകിയെടുത്തു, അതിലേക്കൊരു ചെറിയുള്ളിയും കൂടിയും ചേർത്തിട്ട് അരച്ചെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഉപ്പേരിക്കുള്ള നാളികേരം കൂടിയും ചിരകിയെടുത്തിരുന്നു കേട്ടോ. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉപ്പേരിക്ക് ഞാൻ ചതച്ചെടുക്കണമൊന്നുമില്ല, അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഗ്യാസും അതാ കടലക്കറി ശരിയാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ സവോള വെളിച്ചെണ്ണയിലൊന്ന് വാട്ടിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതവിടെ ഞാൻ സിമ്മിലിട്ടിട്ടുണ്ട്. അപ്പോൾ അടുക്കളയിലും പണിയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അരച്ചതൊക്കെ അതിക്ക് കറിയൊക്കെ ഒഴിച്ചു കൊടുത്തു, തിളപ്പിച്ച് വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചീനച്ചട്ടിയിൽ ഇനി ആദ്യം കറിക്ക് കടുകൊന്ന് വറവിടണം, അതിന് ശേഷം ഉപ്പേരി ഒന്ന് അടുപ്പത്ത് വെക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ രണ്ട് സ്ഥലത്തും കൂടി ആകുമ്പോൾ പെട്ടെന്ന് പരിപാടി തീരും. അപ്പോൾ ഇവിടെ ശരിക്കും നമ്മൾ ഈ ഒരു വീടുണ്ടാക്കിയപ്പോൾ പ്ലാനിങ്ങിൽ ഈ ഒരു അടുക്കള അടുപ്പുള്ള ആ ഒരു സൈഡ് കുഞ്ഞതായിരുന്നു കേട്ടോ. അപ്പോൾ അത് മുഴുവനായിട്ടും ആ ഒരു ചുമര് ഇങ്ങോട്ട് മുട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇടുക്കായി മാറും. പക്ഷേങ്കിൽ അവിടെ ചുമര് മുട്ടിക്കാൻ അയക്കാതെ ഇതേപോലെ നിർത്തുകൊണ്ട് രണ്ട് ഭാഗത്തും നമുക്ക് ഒപ്പാപ്പം പണിയെടുക്കാം. മറ്റേത് ഗ്യാസ് ഒരുത്തൂടിയിലും അടുപ്പ് ഒരുത്തൂടിയിലും ആയിട്ടുണ്ടെങ്കിൽ ഭയങ്കര പണിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ വീട്ടിൽ അങ്ങനെയായിരുന്നു, ഗ്യാസ് ഒരുത്തൂടിയിലും അടുപ്പ് പുറത്ത് അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു വല്ലാത്തൊരു ഇടങ്ങേറിയുന്നത്. ഇപ്പം ഇങ്ങനെയാവുകൊണ്ട് ഒരു സുഖമാണ്. നമ്മൾ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ സാധനങ്ങളൊക്കെ അതിൻ്റെ അടുത്ത് തന്നെ വേണമല്ലേ. വേറൊരു സ്ഥലത്തായിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലൊരു പണി തന്നെയാണ്. ഇതിപ്പോൾ ഒക്കെ ഇങ്ങനെ ആവുകൊണ്ട് ഒരു സമാധാനമാണ്. അപ്പോൾ അതാകണേ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കടുകൊക്കെ ഒന്നിട്ട് വറവിടുന്നുണ്ട്. പിന്നെ കറിവേപ്പില ഇപ്പം നമുക്കില്ല കേട്ടോ, കറിവേപ്പില ഇനിയിപ്പോൾ വാങ്ങേണ്ടി വരും തോന്നണേ. പിന്നെ അതാ ഈ ഒരു ഉള്ളിയൊക്കെ വാടിയേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഞാൻ നെത്തിരിയെ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഒന്ന് വഴറ്റിയെടുത്തു. ഞാൻ ശേഷം നമുക്ക് തക്കാളി ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ എന്തായാലും തക്കാളി ചേർത്തിട്ടില്ല. കടല ഞാൻ കിഴങ്ങൊക്കെ ഇട്ട് വേവിച്ച് അത് നല്ലോണം ഒന്ന് ഉടച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കടല അരക്കണമൊന്നുമില്ല, ഇങ്ങനെയാണ് വെക്കുന്നത്. അപ്പോൾ അതാ അതിൻ്റെ ഇടയ്ക്ക് കടുകൊക്കെ ഒന്ന് പൊട്ടിച്ച് നമ്മളെ കറിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ വീണ്ടും അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു. ഇനിയിപ്പോൾ അത് ഉപ്പേരിക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവിടെ പുറത്ത് വെണ്ണീരും വേസ്റ്റും ഒക്കെ കൊണ്ടുവച്ചിരുന്നു. അപ്പോൾ അമ്മ അതൊക്കെ വേണ്ട സ്ഥലത്തേക്കൊക്കെ ഇട്ടുകൊണ്ട് പാത്രങ്ങൾ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. വെണ്ണീര് അമ്മ തെങ്ങിന് ഇട്ട് കൊടുക്കും. വേസ്റ്റ് ആയാലും പച്ചക്കറീൻ്റെ വേസ്റ്റൊക്കെ എന്തെങ്കിലും ചെടിക്കോ ഇല്ലെങ്കിൽ വല്ല ചേമ്പിൻ്റെ മരട്ടിലോ അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. ഞാനാണെങ്കിൽ ആ തൊടിക്ക് അങ്ങോട്ട് വലിച്ചെറിയുകയും ചെയ്യുക. വെണ്ണീര് പിന്നെ തെങ്ങിനോട്ടേക്ക് കൊണ്ടുവരും കേട്ടോ. പച്ചക്കറി വേസ്റ്റൊക്കെ ആണെങ്കിൽ ഞാൻ തൊടിക്കേണ്ടിടും. അമ്മയാകുമ്പോൾ പിന്നെ അതിൻ്റെ മട്ടത്തിന് അങ്ങനെ കാട്ടിയിട്ട് കൊണ്ടുവന്നേക്കും. അപ്പോൾ അമ്മയ്ക്ക് ഇന്ന് പേടിയോണ്ടാണ് കേട്ടോ പോയി നോക്കണത്. കുറേ ദിവസമല്ല, ഒരു മാസത്തിൻ്റെ അടുത്തായിട്ടുണ്ട് ചുമ തുടങ്ങിയിട്ട്. അപ്പോൾ കുറേ മരുന്നുകൾ പരീക്ഷിച്ചു, മാറ്റം തന്നെയാണ്. പക്ഷെ എന്നാലും കഫം അങ്ങോട്ട് മുറിഞ്ഞു പോരാത്തതുകൊണ്ട് ഒരു പേടിയോണ്ടാണ് പോയി നോക്കണത്. അപ്പോൾ അതാക്കണ ഇനിയിപ്പോൾ കടി ഉണ്ടാക്കിയിട്ടില്ലല്ലോ, അപ്പോൾ അതൊന്ന് ലാസ്റ്റാണ് ഉണ്ടാക്കണത്. അപ്പോൾ മൈദപ്പൊടി ആദ്യം എടുത്തു, പിന്നെ ഗോതമ്പപ്പൊടി കുറച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ മൈദപ്പൊടി എടുത്ത അത്ര ഗോതമ്പപ്പൊടി എടുത്തിട്ടില്ല കേട്ടോ. മൈദപ്പൊടീൻ്റെ പകുതിയോളാണ് ഗോതമ്പപ്പൊടി എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടിയും സാധാ പച്ചവെള്ളമാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. എണ്ണയൊക്കെ തേച്ച് ചപ്പാത്തി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ദോശയായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഏട്ടനൊന്നും വലിയൊരു താല്പര്യമില്ലാത്ത സാധനമാണ് കേട്ടത്, ഏട്ടന് മാത്രം.
ഈ ഒരു ഗോതമ്പ് പൊടിയും മൈദപ്പൊടിയും കലക്കിയും കൊണ്ട് ദോശ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വലിയൊരു ഇഷ്ടമല്ല. അതാണെങ്കിൽ അല്ല ചിക്കൻ കറിയോ മീൻ കറിയൊക്കെ ആവണം. എന്നാലും വലിയ താല്പര്യമില്ല എന്ന് പറഞ്ഞില്ല. ഇന്നിപ്പോൾ എന്തായാലും ഞാൻ നേരമില്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് കാട്ടുന്നത്. അപ്പോൾ അതിലൊരു ഇത്തിരി ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി. അപ്പോൾ ഈ ഒരു കലക്കണ സമയത്ത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അതേസമയം ഒരു മുട്ടയും കൂടി അതിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ സൂപ്പറാവും. അപ്പം എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പം എങ്ങനെയാണ് ചെയ്യണത്. അപ്പോൾ ചില സമയത്ത് മൈദപ്പൊടിയും ഗോതമ്പ് പൊടിയും പച്ചവെള്ളം ഒഴിച്ചിട്ട് അതിൽ ഉപ്പൂട്ട് മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ട് പിന്നെ അതിലേക്ക് ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ദോശ ഉണ്ടാക്കിയെടുത്താൽ അത് കാണാനും ഭംഗിയാണ്, കഴിക്കാനും പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി ഒരിക്കൽ അങ്ങനെ ഉണ്ടാക്കണം. ഇന്നിപ്പോൾ ആ സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കണേ. അപ്പോൾ ഇതൊരു പൊറോട്ടേൻ്റെ ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ചൂടോട് കൂടി തിന്നണം. ആ ഒരു മൊരിഞ്ഞത് ചൂടോട് കൂടി തിന്നിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഈ ദോശ ചുട്ടെടുക്കണ സമയത്ത് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലാക്കി കൊടുക്കണം കേട്ടോ. വെളിച്ചെണ്ണയോ നെയ്യൊക്കെ ആണെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റ് ആവും. അപ്പോൾ അതാ കറി ഉപ്പേരിയൊക്കെ ആയിട്ടുണ്ട്. അതൊക്കെ റെഡിയായി. അപ്പോൾ ഉപ്പേരി ഞാൻ ഒഴിച്ചു കേട്ടോ. കറി പിന്നെ അതിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവർക്ക് ചോറൊക്കെ പാത്രത്തിലാക്കണം. അപ്പോൾ ഏട്ടനെന്ന് കറിയെന്ന് പറയാൻ ഈ ഒരു ക്യാബേജ് ഉപ്പേരി, അതുപോലെ കുമ്പളങ്ങിയും പരിപ്പും തക്കാളിയും കറിയും തന്നെയാണ്. പിന്നെ അച്ചാറ് കുറച്ചാക്കി കൊടുക്കണം. മീനും മുട്ടയും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എന്നൊന്നും ഇപ്പോൾ എല്ലാവരും വീട്ടിലും അതൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ. ഇപ്പോൾ ഇതന്നെ അല്ലാത്ത ദിവസങ്ങൾ ഉണ്ടാവലുണ്ട് കേട്ടോ. വല്ല ഉപ്പേരിയോ അല്ലെങ്കിൽ വല്ല ചമ്മന്തിയൊക്കെ അരച്ചിട്ട് അങ്ങനെയുള്ള ദിവസങ്ങളും ഉണ്ടാവലുണ്ട്. നമ്മൾ സാധാരണക്കാരല്ലേ, നമുക്ക് ദിവസം പണിയെടുത്താൽ തന്നെ ഒരു ദിവസം കൂട്ടിമുട്ടിക്കാൻ നല്ല പണിയാണ്. അപ്പോൾ ഈ കൂടെ പണിയും കൂടി ഇല്ലാതെ കുറേ ദിവസം ഇരിക്കും കൂടിയാണെങ്കിൽ പറയണ്ട കേട്ടോ. ഇപ്പോൾ കുറേ ദിവസം ഏട്ടൻ വീട്ടിലിരുന്നിട്ട് ഇപ്പോൾ 2 ദിവസമായിട്ടുള്ള പണിക്ക് പോയിട്ട് അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ നമ്മളെ വീട്ടിലുണ്ട്. അപ്പോൾ അതെല്ലാവർക്കും ഉണ്ടാവില്ലേ, എല്ലാവരും അങ്ങനെ തന്നെയാവും. എനിക്ക് മാത്രമൊന്നുമല്ല അങ്ങനെ. അപ്പോൾ നമ്മൾ അടുക്കളത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അതൊന്ന് ശരിയാക്കി എടുക്കണമെങ്കിൽ വല്ലാത്തൊരു പണിയാണ് കേട്ടോ. ചില സമയത്ത് ഞാൻ വിചാരിക്കലുണ്ട് ഈ അടുക്കളയിൽ നിന്ന് രാജിവെച്ച് പോയാലോ എന്നുള്ളത്, വേറെ വല്ല പണി നോക്കിയാലോ എന്നുള്ളത്. അത്രയ്ക്ക് നമ്മൾ ഭ്രാന്ത് പിടിക്കുന്ന സമയമൊക്കെ ഉണ്ടാവലുണ്ട്. എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കിട്ടോളം നല്ല പ്രയാസം തന്നെയാണ്. പിന്നെ അതങ്ങനെ അതും ശീലമാവും എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അത് ആ ദോശ ചുടൽ കഴിഞ്ഞിട്ടില്ല, അതങ്ങനെ ചുട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത് നിൽക്കൊന്നും വേണ്ടല്ലോ. അപ്പോൾ അതങ്ങനെ ഇടയ്ക്ക് ശ്രദ്ധിച്ചാൽ മതി. അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഏട്ടനും അനുമോക്കുള്ള വെള്ളം ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓർക്കുള്ള ചോറൊക്കെ ആക്കി. അപ്പോൾ ഓക്കുള്ള ചോറ് അപ്പം തന്നെ ഉണ്ടാക്കിയിട്ടോ. ഓക്ക് ഉപ്പേരിയും അച്ചാറും മതി എന്ന് പറഞ്ഞാൽ ഏട്ടന് കറി ആക്കിയിട്ടുണ്ട്. ഉപ്പേരിയും അച്ചാറും വെള്ളവും അവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർക്കൊക്കെ ചായ കൊടുക്കണം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ ചാക്കിൽ അവിടെ അരിയും മുളകൊക്കെ കൊണ്ടുവന്ന് വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഉറുമ്പ് വരാതിരിക്കാൻ വേണ്ടി അതിനെ ചുറ്റോറും കൂറച്ചൊക്കെ വരച്ചതാണ്. അപ്പം ഞാൻ വീട്ടിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഒരു വന്ന് കൊണ്ടുപോയി ഉണ്ടാവും. അപ്പോൾ ആ കണ്ണനും മനുമോളും ഒക്കെ ചായ കുടിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അനുട്ടിക്കാണ് ഞാൻ ആദ്യം ഒന്ന് ചായ കൊടുത്തു കേട്ടോ. ഓക്ക് കുറച്ച് സമയം ഒന്ന് ഇരുന്ന് പഠിക്കണം അമ്മ. അപ്പോൾ എനിക്ക് ആദ്യം ചായ തരികയെന്ന് പറഞ്ഞപ്പോൾ ഓക്ക് വേഗം ചായ എടുത്തു. അതിൻ്റെ ഒപ്പം തന്നെ ഏട്ടനും ഇതാ ചായ കുടിക്കണേ. പിന്നെ കണ്ണനും വന്ന് ചായയൊക്കെ കൊണ്ടുപോയിട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ തന്നില്ല. പിന്നെ പൊവ്വുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ അടുക്കളയത്ത് ഒരു വിധമൊക്കെ ഒരുങ്ങിയാലോ. പിന്നെ വേവുള്ള ചോറ് ഞാൻ വേഗം കുക്കറിലുണ്ട് വെച്ചു കേട്ടോ. തിരുമ്പുള്ളതൊക്കെ മെഷീനിലിട്ടു. അങ്ങനെ ഒരുവിധം എല്ലാ പണികളും ഒരുങ്ങിയിട്ടാണ് പോയത്. ഒരു വഴിക്ക് പോവുകയാണെങ്കിൽ പണി ഒരുങ്ങിയാലേ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. തിരിച്ച് വരുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. മറ്റേത് നമ്മൾ കുഴങ്ങും, അതിലേറെ കുഴക്കാവും ഇതൊക്കെ കൂടെ കാണുമ്പോഴത്തേന് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്നും പറയുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി.